ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഈസി ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. തീർച്ചയായും റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവാതിരിക്കില്ല. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഞങ്ങളെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ജാറിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് അളവിൽ നമ്മൾ ശർക്കരൻ്റെ പൊടി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ശർക്കരൻ്റെ പൊടിയാണ്. നിങ്ങളുടെ കയ്യിൽ ശർക്കരയാണ് ഉള്ളതാണെങ്കിൽ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ കുത്തി പൊട്ടിച്ചൊക്കെ എടുത്ത് 1 കപ്പ് അളവിൽ എടുക്കുക. എന്നിട്ട് ശർക്കരയാണ് ഉള്ളതാണെങ്കിൽ ഇത്തിരി വെള്ളത്തിൽ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളത്തിലോ 1/4 കപ്പ് വെള്ളത്തിലോ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ഒന്ന് ചൂടാറിയതിൻ്റെ ശേഷം അരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഒരു വലുപ്പത്തിലുള്ള ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്ത് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇഞ്ചി നമ്മളിപ്പോൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിവിടെ 1/2 കപ്പ് അളവിൽ ഫ്രഷ് പുതിന എടുത്തിട്ടുണ്ട്. നന്നായിട്ട് വാഷ് ചെയ്തിട്ട് എടുത്തതാണ്. പുതിന ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി 2 വലിയ ചെറുനാരങ്ങ പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് എടുത്തതാണ്. നിങ്ങൾ എടുക്കുന്ന ചെറുനാരങ്ങ ചെറുതൊക്കെ ആണെങ്കിൽ 3 വരെ എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ 2 വലിയ ചെറുനാരങ്ങ പിഴിഞ്ഞിട്ടാണ് ജ്യൂസ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിവിടെ എടുത്തിട്ടുള്ളത് 250 ml കപ്പിൽ 1 കപ്പ് അളവിൽ വെള്ളം എടുത്തിട്ടുണ്ട്. തണുത്ത വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇപ്പം നമ്മൾ നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് അരിച്ചൊഴിക്കാനായിട്ട് ഒരു ക്ലീൻ ബൗൾ എടുത്തിട്ടുണ്ട്. ബൗളിലേക്ക് ഒരു സ്ട്രെയിനർ വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചൊഴിക്കുക. ഇനി നമുക്കിതിലേക്ക് നന്നായിട്ട് തണുത്ത 3 കപ്പ് വെള്ളവും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇപ്പം നമ്മളിവിടെ 3 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 എണ്ണമാണ് ക്യാമറയിൽ പെട്ടിട്ടുള്ളത്. നമ്മൾ അവസാനം ഒഴിച്ച് കൊടുത്തപ്പം ക്യാമറ ഓണാക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടോട്ടൽ നമ്മൾ 4 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ആഡ് ചെയ്തത്. ആദ്യം നമ്മൾ അരച്ചെടുക്കുമ്പോൾ 1 കപ്പ് വെള്ളം ആഡ് ചെയ്തു. പിന്നീട് 3 കപ്പ് വെള്ളമാണ് ആഡ് ചെയ്തത്. 2 നിങ്ങൾക്ക് കാണുന്നുണ്ടാവുള്ളൂ. ഒന്ന് ക്യാമറ ഓണാക്കാൻ വിട്ടുപോയതാണ്, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ 1 ലിറ്റർ വെള്ളമാണ് കേട്ടോ മൊത്തത്തിൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ കസ്കസ് 1/2 കപ്പ് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെച്ചതാണ്. ഇതുകൂടി ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിവിടെ ഇത്തിരി ഐസ് ക്യൂബ്സ് എടുത്തിട്ടുണ്ട്. ഇതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തു. ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഇപ്പോൾ നമ്മൾ സെർവ് ചെയ്യാനായി ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. ചെറുനാരങ്ങയും പുതിനയും ശർക്കരയും വെച്ചിട്ട് ഒരു അടിപൊളി ഡ്രിങ്കാണ് നിങ്ങളെ കാണിച്ചിട്ടുള്ളത്. ലൈമൊക്കെ നമ്മൾ പല വിധത്തിലും നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ അല്ലാതെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അതുപോലെ തന്നെ നാരങ്ങാ വെള്ളമായിട്ടും അങ്ങനെ നമ്മൾ പല വിധത്തിലും കാണിച്ചിട്ടുണ്ട്. അതിനൊക്കെ നിങ്ങൾ നല്ല ഫീഡ്ബാക്കും തന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ശർക്കര ആഡ് ചെയ്തിട്ടുള്ള ലൈം നിങ്ങൾ ഇതുവരെ കഴിച്ച് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു വെറൈറ്റിക്ക് ഈ ഒരു രീതിയിലൊക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പഞ്ചസാര കൊണ്ട് ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെയുള്ള റെസിപ്പി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ശർക്കര വെച്ചിട്ടാണ് ഒരു വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ശർക്കര വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു ലൈം ഇഷ്ടമാവാതിരിക്കില്ല. ശർക്കരയും പുതിനയും കസ്കസും ഇഞ്ചിയും എല്ലാതും നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കഴിക്കുന്ന എന്തുകൊണ്ടും ഹെൽത്തിന് നല്ലത് തന്നെയാണ്. തീർച്ചയായിട്ടും സമ്മറിലാണെങ്കിലും ഇഫ്താറിനാണെങ്കിലും നിങ്ങൾ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.
പിന്നെ ഇതിലേറെ ഇത്തിരി ലൈറ്റ് ഷെയ്ഡൊക്കെ വരും. ശർക്കരൻ്റെ കളറിനനുസരിച്ച് ഷെയ്ഡിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരാം. കാരണം ശർക്കര ഡാർക്ക് ആവുന്നതിനനുസരിച്ച് ഇത്തിരി കൂടി ഡാർക്കാവും. നല്ല ലൈറ്റ് കളറായിട്ടുള്ള ശർക്കര ഒക്കെ ആണെങ്കിൽ ഇതിലേറെ ലൈറ്റ് ഷെയ്ഡിലാണ് നമുക്ക് കാണുക. പഞ്ചസാര വെച്ചിട്ടുള്ള ലൈമ് കഴിക്കുന്നവർക്ക് ഇത് ഇഷ്ടമാവുമെന്ന് എനിക്കറിയില്ല. എന്നാലും ശർക്കര വെച്ചിട്ടുള്ള റെസിപ്പികൾ താല്പര്യമുള്ള ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് നമുക്കുണ്ട്. അവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവാതിരിക്കില്ല. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. സിമ്പിൾ റെസിപ്പിയാണ്, ഈസി റെസിപ്പിയാണ്. നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് ഒരുപാട് ടൈമൊന്നും ആവശ്യം വരുന്നില്ല. വീട്ടിലുള്ള ചേരുവ വെച്ചിട്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. പിന്നെ ഇതിനായിട്ട് നിങ്ങൾ പുതിന എടുക്കുമ്പോൾ ഫ്രഷ് പുതിന തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. വാടിപ്പോയത് എടുക്കാതിരിക്കുക. റെസിപ്പിയെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കാവുന്നതാണ്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഇപ്പോൾ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കാവുന്നതാണ്. റിപ്ലൈ തരുന്നതായിരിക്കും. ഞങ്ങളെ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻറ്റ്സ് അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോകരുത്. ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന നല്ല റെസിപ്പിയായി വീണ്ടും നിങ്ങളുടെ മുന്നിലെത്താം. താങ്ക്